നമ്മളെ ഫോണിൽ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് കീബോർഡ്. നമ്മൾ കീബോർഡിന്റെ ഒരുപാട് വീഡിയോ ചെയ്തിരിക്കും. മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഗൂഗിളിന്റെ കീബോർഡാണ്. കുഴപ്പമില്ലാത്ത കീബോർഡാണ്, നല്ല ഫീച്ചറുകളുണ്ട്. പിന്നെ ഫോണിൽ ഡീഫാൾട്ട് ആയിട്ട് വരുന്ന കീബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമുക്കൊരു വെറൈറ്റി കീബോർഡ് വേണമെന്ന് തോന്നിയാൽ അതിന് പറ്റിയ ഒരു അടിപൊളി കീബോർഡാണ് ഫ്ലെക്സി എന്ന് പറയുന്ന കീബോർഡ്. ഇതിലുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബ് തുറക്കാണ്ട് യൂട്യൂബിലുള്ള വീഡിയോ എടുത്ത് ഇതിൽ കൂടെ ഷെയർ ചെയ്യാനാവും. അങ്ങനെ കുറേ ഫീച്ചറുകളുണ്ട്. നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കിത് ഡീഫാൾട്ടായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഓപ്പൺ ചെയ്താൽ സാധാരണ നമ്മളൊരു കീബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് കീബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ വാട്സപ്പിൽ കീബോർഡ് ഒന്ന് എടുത്ത് ട്രൈ ചെയ്യട്ടെ. കീബോർഡ് എടുത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കീബോർഡ്. ഇതിലുള്ള ഫീച്ചറുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഇങ്ങനെ ഒരു വട്ടക്കണ്ണിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൽ നമുക്ക് ലാസ്റ്റ് യൂട്യൂബിൻ്റെ ഐക്കണ്ട് ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടുന്ന് തന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഞാനിപ്പോൾ നമ്മളെ ചാനൽ സെർച്ച് ചെയ്ത് ഇതിൽ നമ്മളെ ചാനലിലുള്ള വീഡിയോ ഒക്കെ വരും. ഏത് വീഡിയോ എന്നോ, ഇത് ചാനൽ എന്നല്ല, നിങ്ങൾക്ക് ഏത് വീഡിയോ എന്നോ വേണ്ടത് ആ വീഡിയോ സെർച്ച് ചെയ്ത് ഇവിടുന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് ലിങ്കായിട്ട് അവിടെ ഷെയർ ചെയ്യുക. ആ വീഡിയോൻ്റെ ലിങ്ക് പോയി. വീഡിയോൻ്റെ ലിങ്ക് യൂട്യൂബ് തുറക്കാണ്ട് യൂട്യൂബ് നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇമോജികൾ, സ്റ്റിക്കറുകൾ, സകല സംഭവങ്ങളും ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ളൊക്കെ കീബോർഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം, മാറ്റുകയും മറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ വട്ടക്കണീൻ്റെ ഉള്ളിലുള്ള കറുത്ത ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ലാംഗ്വേജ് സെലക്ഷൻ, ഇതിൻ്റെ കീബോർഡിൻ്റെ ലുക്ക് എന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്യാം. കീബോർഡിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതിൻ്റെ ഒച്ചയും ബഹളവും സകലം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ കുറേ ക്ലിക്ക് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പേസ് ബാറിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ സെലക്ട് ഓൾ വരും. സെലക്ട് ഓൾ കൊടുക്കുക, എന്നിട്ട് ഡിലീറ്റ് ചെയ്യാം. അതിനൊക്കെ നല്ല അടിപൊളി സൗകര്യങ്ങളുണ്ട്. കുറേ നല്ല ഫീച്ചറുകളുണ്ട്. അതുപോലെ നമുക്ക് ഓരോന്നിനനുസരിച്ചുള്ള ജിഫുകൾ സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യമുള്ള ജിഫ് സെർച്ച് ചെയ്തെടുക്കുക, സ്റ്റിക്കറുകൾ സെർച്ച് ചെയ്തെടുക്കുക, ഓരോ കാറ്റഗറിയിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കുക. അതുപോലെ കുറേ ഫീച്ചറുകളിലെ ഒരു വെറൈറ്റി കീബോർഡ് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.